തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് കാരണം സാമ്പത്തിക പ്രതിസന്ധി എന്ന നിഗമനത്തിലേക്ക് പോലീസ്. കൂട്ടക്കൊലകൾക്കിടയിലും കടം വീട്ടിയ അഫാൻ. അമ്മുമ്മയെ കൊന്ന ശേഷം മാലയെടുത്ത് പണയം വെച്ചെന്ന് അന്വേഷണ സംഘം. ആരോഗ്യനില മെച്ചപ്പെട്ടാൽ അമ്മയുടെ മൊഴിയെടുപ്പ് നാളെ. ആശാവർക്കർമാർക്കെതിരെ വീണ്ടും പരിഹാസവുമായി CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം. സമരം ചെയ്യുന്നത് ഈർക്കിൽ സംഘടന. മാധ്യമ ശ്രദ്ധ കിട്ടിയപ്പോൾ സമരം ചെയ്യുന്നവർക്ക് ഹരമായെന്നും പരിഹാസം. അവർക്ക് ഒറ്റക്ക് അവരുടെ സംഘടനാ ശക്തി കൊണ്ടൊന്നല്ല ഇത് സംഭവിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ആരോ ഉണ്ടാവാം. പിന്നെ നല്ല മീഡിയ അറ്റൻഷൻ കിട്ടിയപ്പോൾ അവർക്കൊരു ഹരമായി. ആശാവർക്കർമാർക്കെതിരെ നടപടി കടുപ്പിച്ച് പോലീസ്. മഹാസംഗമത്തിൽ പങ്കെടുത്ത 14 പേർക്കെതിരെ കേസ്. സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റം ഉടനെന്ന് സൂചന. ഏപ്രിലിന് മുൻപ് തീരുമാനം വന്നേക്കും. കെ സുധാകരൻ മാറിയേക്കും. അടൂർ പ്രകാശോ ബെന്നി ബെഹനാനോ KPCC അധ്യക്ഷനാകും. ഹൈക്കമാൻഡിന്റെ ഏത് തീരുമാനവും അംഗീകരിക്കുമെന്ന് കെ സുധാകരൻ. നീക്കാം നീക്കാതിരിക്കാം, അത് ഹൈക്കമാൻഡ് ആലോചിക്കേണ്ടുന്ന വിഷയമാണ്. അവർ തീരുമാനിക്കേണ്ടുന്ന വിഷയമാണ്. അവരുടെ എന്ത് തീരുമാനമായാലും ആ തീരുമാനം ഞാൻ വളരെ അനുസരണമുള്ള, അല്ലെങ്കിൽ ഈ പാർട്ടിയോട് വിധേയത്വമുള്ള ഒരു സഹപ്രവർത്തകനെ പോലെ ഞാനത് വാങ്ങി ഞാൻ എൻ്റെ പണിക്ക് പോകും. കെ സുധാകരനെ മാറ്റേണ്ടതില്ലെന്ന് ശശി തരൂർ. സിനിമാ തർക്കം ഒത്തുതീർപ്പിലേക്ക്. G. സുരേഷ് കുമാറിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് ആന്റണി പെരുമ്പാവൂർ. നീക്കം ഫിലിം ചേംബറിന്റെ നോട്ടീസിന് പിന്നാലെ. തൃശൂരിൽ 2 കൊലപാതകം. വടക്കാഞ്ചേരിയിൽ വാക്കുതർക്കത്തിനിടെ 42-കാരൻ വെട്ടേറ്റു മരിച്ചു. പുന്നൂക്കരയിൽ മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് മർദ്ദനമേറ്റയാൾ മരിച്ചു. മരിച്ചത് 54-കാരനായ സുധീഷ്. പ്രതികൾ പോലീസ് പിടിയിൽ. ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട രാഷ്ട്രീയക്കാർക്ക് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തുന്നതിനെ എതിർത്ത് കേന്ദ്രം. ആജീവനാന്ത വിലക്ക് കാഠിന്യമേറിയതെന്നും 6 വർഷത്തെ അയോഗ്യത മതിയെന്നും സുപ്രീം കോടതിയെ അറിയിച്ചു. അയോഗ്യതാ കാലയളവ് തീരുമാനിക്കേണ്ടത് പാർലമെന്റാണെന്നും സത്യവാങ്മൂലം. ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി സെലൻസ്കി. യുക്രൈനിലെ ധാതു ഖനന അവകാശം അമേരിക്കയ്ക്ക് നൽകാൻ ഒരുങ്ങുന്നുവെന്ന് സൂചന. നടപടി ട്രംപ് പുടിനുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ. രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ മാറ്റങ്ങൾ കരാറിൽ നടത്തിയെന്ന് യുക്രൈൻ. രഞ്ജി ട്രോഫിയിൽ കേരളത്തിനെതിരെ വിദർഭ ഭേദപ്പെട്ട നിലയിൽ. 1-ാം ദിനം കളി അവസാനിച്ചപ്പോൾ 254 റൺസ് എന്ന നിലയിൽ. ഡാനിഷ് മാലേവാറിന് സെഞ്ചുറി. തകർച്ചയിൽ നിന്ന് ടീമിനെ കരകയറ്റിയത് മാലേവാർ കരുൺ നായർ സഖ്യം.